ഓൾറെഡി ലേറ്റ് ആയി എന്നാ തോന്നുന്നു. ഷോ എല്ലാം എടുത്തു വെച്ചിട്ടില്ല എന്തോ. റെസ്യൂമേ, ബയോഡാറ്റ എല്ലാം ഇതിനകത്തില്ലേ? ഉണ്ട്. അയ്യോ, പെന്നൊന്നും കാണുന്നില്ലല്ലോ. ഈശ്വര. കിട്ടി. ടീച്ചർമാരെ, നിങ്ങളും ഇതുപോലെ ടീച്ചിങ് ഇന്റർവ്യൂവിന് പോവാൻ റെഡി ആയിരിക്കുകയാണോ? ഡെമോ ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ എന്നെ കൊണ്ട് ഇതൊക്കെ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന ടീച്ചറാണോ നിങ്ങളൊരു പുതിയ ടീച്ചറാണോ? എങ്കില് ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ ഇന്റർവ്യൂ ഡെമോ ക്ലാസ്സിൽ മുമ്പ് ഞാൻ BEdന് പഠിപ്പിച്ച പോലെ അല്ലെങ്കിൽ TTCക്ക് പഠിപ്പിച്ച പോലെയുള്ള ക്ലാസ് തന്നെയല്ലേ എടുക്കേണ്ടത്? അല്ലെങ്കിൽ പിന്നെ വേറെ എങ്ങനെയാ എടുക്കേണ്ടത്? ഇങ്ങനെയുള്ള കുറെ ടെൻഷൻസും ചിന്തകളും ഒക്കെ പുതുതായിട്ട് ഇപ്പൊ BEd കഴിഞ്ഞതും TTC കഴിഞ്ഞതുമായ ടീച്ചർമാർക്ക് ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അപ്പൊ നിങ്ങൾ ടീച്ചർമാർ ഒരു കാരണവശാലും പരിഭ്രമിക്കേണ്ട. ഇതൊന്നും ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കുകയും വേണ്ട. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഇന്റർവ്യൂ ടിപ്സ്, അതായത് ഡെമോ ക്ലാസ് ടിപ്സ് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ഡെമോ ക്ലാസ്സും നിഷ്പ്രയാസം എടുക്കാൻ വേണ്ടി കഴിയും. അപ്പൊ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് 7 പോയിന്റ്സ് ആണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് ആണ് കോൺഫിഡൻസ്. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഡെമോ ടീച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു രീതി തന്നെയാണ്. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ക്ലാസ്സിൽ നമ്മൾ കുട്ടികളോടൊപ്പം ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് ചെയ്യുന്നു. ഡെമോ ടീച്ചിങ്ങിൽ ഇത് നമ്മൾ ഇൻവിജിലേറ്ററിന്റെ മുന്നിൽ വെച്ച് ചെയ്യുന്നു എന്ന് മാത്രം. ഈ ടീച്ചിങ് ഡെമോ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ടീച്ചർമാരെ ആദ്യം തന്നെ പേടിക്കാതിരിക്കുക. അതല്ല, നിങ്ങൾ പേടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര തന്നെ കണ്ടന്റ് നോളജ് ഉണ്ടെങ്കിലും അത് വേണ്ട വിധത്തിൽ ഡെലിവറി ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. കാരണം ഈ ടെൻഷൻ ആണല്ലോ. അതുകൊണ്ട് പേടിക്കാതെ നല്ല കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഫേസ് എക്സ്പ്രഷൻ. ഏറ്റവും പ്രധാനമായിട്ട് ഒരു ടീച്ചർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും ടീച്ചറുടെ മുഖത്ത് നല്ലൊരു ചിരി ഉണ്ടായിരിക്കണം. അതായത് ടീച്ചിങ് ഇന്റർവ്യൂവില് നിങ്ങൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ ചെയ്യുമ്പോഴും, അതുപോലെ കുട്ടികളോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും, അതുപോലെ ഏതെങ്കിലും ഒരു വികൃതി കുട്ടികളെ അടക്കി ഇരുത്താൻ ശ്രമിക്കുമ്പോഴും ഒക്കെ നിങ്ങളുടെ ഈ മുഖത്ത് ചിരി ഉണ്ടായിരിക്കണം. കാരണം ഈ ടീച്ചിങ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രൊഫഷനാണ്. നമ്മുടെ ഉള്ളിലും പേഷ്യൻസ് ഉണ്ടായിരിക്കണം. അതേസമയം ഈ പേഷ്യൻസ് നമ്മൾ പുറത്ത് കാണിക്കുകയും വേണം. അപ്പോ ഈ ചിരിയും പേഷ്യൻസും ഒക്കെ നിങ്ങൾ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്തും നിങ്ങൾ അത് കാണിക്കണം. അപ്പൊ ഇൻവിജിലേറ്റർക്ക് തോന്നും, ഓക്കെ, ഈ ടീച്ചർ സ്മാർട്ട് കുട്ടികളെ മാത്രമല്ല ആവറേജ് ആൻഡ് ബിലോ ആവറേജ് സ്റ്റുഡൻസിനെ കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു നല്ല ടീച്ചർ തന്നെയാണ് എന്ന് അവർക്ക് തോന്നും. ഇനി മൂന്നാമത്തെ പോയിന്റ്, നിങ്ങൾ നിങ്ങളുടെ ലെസണിൽ കുട്ടികളെ എൻഗേജ് ചെയ്യിപ്പിക്കുക. അതായത് നിങ്ങൾ ഡയറക്റ്റ് ക്ലാസ്സിൽ പോയ ഉടനെ തന്നെ നിങ്ങൾ ടോപ്പിക്ക് പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങരുത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം തന്നെ ക്ലാസ്സിൽ എത്തിയ ഉടനെ നിങ്ങൾ ഗുഡ് മോർണിംഗ് പറയുക. പിന്നീട് ബ്ലാക്ക് ബോർഡ് അല്ലെങ്കിൽ വൈറ്റ് ബോർഡിന്റെ അടുത്തേക്ക് പോയിട്ട് നിന്ന് നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുക. അതിനുശേഷം നിങ്ങളുടെ ക്ലാസ്സിൽ ഇരിക്കുന്ന ഇൻവിജിലേറ്റേഴ്സ് ഉണ്ടാവുമല്ലോ, അവരെ കുട്ടികളായി സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ അവരോട് ഇൻട്രൊഡക്ടറി ക്വസ്റ്റ്യൻസ് കുറച്ചെണ്ണം ചോദിക്കുക. അങ്ങനെ നിങ്ങൾ അവരോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ടോപ്പിക്ക് തുടങ്ങാൻ പാകത്തിനുള്ള ഒരു ആൻസർ അവരിൽ നിന്നും വരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾക്ക് ടീച്ചിങ് ഡെമോയില് ഹിന്ദിയാണ് പഠിപ്പിക്കാൻ കിട്ടിയെന്ന് വിചാരിക്കുക. അതായത് സുഭദ്ര കുമാരി ചൗഹാന്റെ ലക്ഷ്മി ഭായ് എന്ന ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ടത്. അപ്പൊ ഗുഡ് മോർണിംഗും സെൽഫ് ഇൻട്രൊഡക്ഷനും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ കുട്ടികളോട് ചോദിക്കുക, ബച്ചോ ക്യാ ആപ്നെ കഭി ലക്ഷ്മി ഭായ് കാ നാം സുനാ ഹെ? ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നവര് ചിലപ്പോൾ യെസ് പറയും, അല്ലെങ്കിൽ നോ പറയും. നിങ്ങളപ്പോ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാല്, ഈ ലക്ഷ്മി ഭായിയെ കുറിച്ച് കൂടുതൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് തുടങ്ങുക. അപ്പോ കുട്ടികൾക്ക് ഈ ഒരു ക്യൂരിയോസിറ്റി എന്തായാലും ഉണ്ടാവാതിരിക്കില്ല. അതായത് ലക്ഷ്മി ഭായിയെ കുറിച്ച് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കുട്ടികളിൽ ഉണ്ടാവും. അതേസമയം ടീച്ചർ എന്നോട് ഇടക്കിടക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, അപ്പൊ എനിക്ക് പറയാൻ പറ്റണമല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ച് കുട്ടികൾ നിങ്ങളുടെ ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യും. അപ്പൊ ഈ ടീച്ചിങ്ങിൽ ഇൻട്രൊഡക്ടറി ക്വസ്റ്റ്യൻസിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് യൂസ് ഓഫ് ബ്ലാക്ക് ഓർ വൈറ്റ് ബോർഡ് ഓർ ഡിജിറ്റൽ പാനൽ ആസ് എ ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ. ഇപ്പോ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്കറിയില്ലല്ലോ അവർ ഏത് ടോപ്പിക്കാണ് നമുക്ക് ഡെമോ ക്ലാസ് എടുക്കാൻ വേണ്ടി തരുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് TLM ഒന്നും പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുപോകാനും പറ്റില്ല. അപ്പൊ നമുക്ക് ഈ ഡെമോ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ TLM എന്ന് പറയുന്നത് ബോർഡാണ്, അതുപോലെ ഡിജിറ്റൽ പാനലും ആണ്. അപ്പൊ ഈ ഡിജിറ്റൽ പാനലിനെ കുറിച്ചിട്ട് പുതിയ ടീച്ചർമാർ എന്തായാലും അത്യാവശ്യം അറിവൊക്കെ നേടിയിരിക്കണം. അത് തീർച്ചയായിട്ടും നേടേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ബ്ലാക്ക് ബോർഡ് നിങ്ങൾ മാക്സിമം ഉപയോഗിക്കുക.
അതായത് ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ ഉപയോഗിക്കണം. മറന്നു പോകാതെ ഡേറ്റും ടോപ്പിക്കും സബ്ജക്റ്റും ഒക്കെ നമ്മൾ എഴുതിയിരിക്കണം. പോയിന്റ് 5, അപ്രീസിയേഷൻ. ഇതിന് ടീച്ചിങ്ങിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. അതായത് നിങ്ങൾ കുട്ടികളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ലോ, അപ്പൊ അവർ ഉത്തരം പറയുന്ന സമയത്ത് നിങ്ങൾ കുട്ടികളോട് തിരിച്ച് ഗുഡ്, വെരി ഗുഡ്, യു ക്യാൻ ഡു വെൽ, ഇങ്ങനെയുള്ള മോട്ടിവേഷൻ ഒക്കെ നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം. ഇനി 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ക്ലാസ് റൂം എൻവയോൺമെന്റ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഡെമോ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയാല് ആ സമയത്ത് നിങ്ങൾക്ക് നിറയെ കുട്ടികളുള്ള ക്ലാസ് തന്നെ കിട്ടണമെന്നില്ല. കുട്ടികൾക്ക് പകരം നിങ്ങൾ ചിലപ്പോൾ ഇൻവിജിലേറ്റേഴ്സിനെ ആയിരിക്കും പഠിപ്പിക്കേണ്ടി വരിക. അപ്പൊ നിങ്ങൾ ഇൻവിജിലേറ്റേഴ്സിനെ കുട്ടികളായിട്ട് കണ്ടിട്ട് പഠിപ്പിക്കാൻ വേണ്ടി തുടങ്ങുക. അതേസമയം ഇന്റർവ്യൂ ചെയ്യുന്ന റൂം ക്ലാസ് റൂം ആയിട്ട് നിങ്ങൾ സങ്കല്പിക്കണം. നിങ്ങൾ പേടിക്കാതെ നിങ്ങളുടെ ടീച്ചിങ് മെത്തേഡ്, ടീച്ചിങ് സ്റ്റൈൽ ഉപയോഗിച്ച് നന്നായിട്ട് പഠിപ്പിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് എത്രമാത്രം സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യം ഇൻവിജിലേറ്റേഴ്സ് തീർച്ചയായിട്ടും മനസ്സിലാക്കും. ഇനി 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സ്പീഡ്. നിങ്ങൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് വളരെ സ്പീഡിലും അതുപോലെ വളരെ സ്ലോ ആയിട്ടും ഒരിക്കലും ക്ലാസ് എടുക്കരുത്. നിങ്ങളുടെ ഡെമോ ക്ലാസിന്റെ സമയത്ത് നിങ്ങൾ വോയിസിന്റെ പിച്ച് നന്നായിട്ട് ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ ഒരുമാതിരി ഷൗട്ട് ചെയ്യുന്ന രീതിയിൽ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ മുന്നിലിരിക്കുന്ന കുട്ടികൾക്ക് അത് വളരെ മോശമായിട്ട് തോന്നും. അതേസമയം നിങ്ങൾ വളരെ പതുക്കെ മെല്ലെ പറഞ്ഞാലോ ബാക്കിലിരിക്കുന്ന കുട്ടികൾക്ക് കേൾക്കുകയില്ല. അതുകൊണ്ട് ഈ ഡെമോ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ വോയിസിന്റെ പിച്ചിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന 7 പോയിന്റ്സും എന്റെ പുതിയ ടീച്ചർമാരെ എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. അതുപോലെ ഈ വീഡിയോ നിങ്ങളെ പോലെയുള്ള മറ്റ് പുതിയ ടീച്ചർമാർക്കും ഉപകാരപ്പെടും എന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, മറക്കാതെ കമന്റും ചെയ്യണം. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.